വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, നമ്മുടെ ഡെലിവറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 36 വീക്സ് ആയിട്ടുണ്ട് എൻ്റെ പ്രഗ്നൻസി. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഒരു ഗർഭകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെലിവറിക്ക് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ലാസ്റ്റ് സ്കാനിങ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സ്കാനിങ് മുതൽ ഡെലിവറി വരെയുള്ളൊരു കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്കാനിങ്ങിൻ്റെ പോകുന്നതിൻ്റെ അന്ന് രാവിലെ എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 11 മണിക്കാണ് നമുക്ക് സ്കാനിങ്ങിന് ബുക്കിംഗ് കിട്ടിയത്. അപ്പോൾ ഷുഗർ ഫാസ്റ്റിങ്ങിലും അല്ലാതെ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത്രയും രാവിലെ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും മൈക്രോ ലാബ്, നമ്മുടെ വീടിനടുത്തുള്ളൊരു മൈക്രോ ലാബിലാണ് കേട്ടോ പോയി ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തു. ഷുഗർ എനിക്ക് അങ്ങനെ പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ ഷുഗറൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇതിലും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ ഷുഗറും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ലോ BP ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്ലൂയിഡ് കൂടുതലാണ്. ആ ഒരു 2 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു 11 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ചെറിയ ടെൻഷനുണ്ട്, കാരണം എനിക്കിന്ന് ഫസ്റ്റ് PV പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PVയെ പറ്റിയൊക്കെ കുറേ ആൾക്കാരിങ്ങനെ യൂട്യൂബിൽ അല്ലാതെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ പേടിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു, ഡെലിവറിയേക്കാൾ പെയിനായിരുന്നു എന്നൊക്കെ കുറേ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു ഫേസ് കടന്നു പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു ധൈര്യം സംഭരിച്ച് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കാനിങ്ങിലും ടെൻഷനുണ്ട്, കാരണം ലാസ്റ്റ് സ്കാനിങ് ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറി ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ മൊത്തത്തിലൊരു കലക്കി മറിഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പന്തളം ചിത്ര ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ ആദ്യം മുതൽ തന്നെ കാണിക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് ചേട്ടനൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എറണാകുളത്ത് ഒരു വീടൊക്കെ എടുത്ത് അവിടെ താമസമൊക്കെ തുടങ്ങിയതായിരുന്നു. അവിടെ ചെന്നൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ്. ആ സമയത്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നുകൊണ്ട് അവിടെ ഡോക്ടർ കൃപ എന്ന് പറയുന്നൊരു ഡോക്ടറിനായിരുന്നു നമ്മൾ പനമ്പള്ളി നഗറിൽ ലൈഫ് ലൈനിൽ കാണിച്ചിരുന്നത്. ഇവിടെ ജസ്ലിൻ എന്ന് പറയുന്ന ഡോക്ടറാണ് കേട്ടോ നമ്മൾ കാണുന്നത് ചിത്ര ഹോസ്പിറ്റലിൽ. പിന്നെ സീനിയർ ഡോക്ടർ ജയചന്ദ്രൻ ഡോക്ടറും ഉണ്ട്. ജസ്ലിൻ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ജയചന്ദ്രൻ ഡോക്ടർ കാണും. അങ്ങനെ നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കുഞ്ഞ് സെഫാലിക് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൂം ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുകയും താമസിക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ റൂമിലാണ് ഇവിടെ താമസിച്ചത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഡെലിവറിക്ക് എടുക്കാറപ്പോൾ ഒരു പ്രത്യേകതരം ചൂടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മഴ സീസണൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ AC റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ AC റൂം നമ്മളിതുവരെ കടന്നിട്ടില്ലാത്തത് കൊണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് റൂം ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാത്റൂമൊക്കെ കുറച്ച് വൃത്തിയായിരിക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ എനിക്ക് കുറച്ച് നിർബന്ധമാണ്. അപ്പോൾ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ കിട്ടുന്നത് വെച്ചിട്ടുള്ള വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നമുക്ക് TV ഒന്നും നമുക്ക് യൂസ്ഫുൾ ഒന്നും അല്ല. പിന്നെ AC, അതുപോലെ തന്നെ ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് റൂമൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പ്രീ ബുക്ക് ചെയ്യുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾ നല്ല മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറയാം ഒരുപാട് അങ്ങനെ മൂമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ലെന്ന്. പക്ഷേ എനിക്ക് നല്ല മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അനക്കും കൂടുതലാകുമ്പോൾ ചിലർ പറയും ആൺകുട്ടിയാണെന്ന്, ചിലർ പറയും പെൺകുട്ടിയാണെന്ന്. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടുതലും പറയുന്നത് ആൺകുട്ടിയാണെന്നാണ്. പക്ഷേ എനിക്ക് എന്തോ പെൺകുട്ടികളോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. അപ്പോൾ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നൊക്കെ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. പിന്നെ കാലുവേദന ഒരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. രാത്രി മുഴുവന് അമ്മയ്ക്കിപ്പോൾ പ്രധാന ജോലി കാൽപിടുത്തമാണ്. അങ്ങനെ നമ്മുടെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാത്രി നല്ല ഇടിയും കൊള്ളിയാനും ഒക്കെ ആയിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 27 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അന്ന് എനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. അന്ന് ചിലപ്പോൾ ഡെലിവറി ഉണ്ടാവില്ല, പിറ്റേ ദിവസത്തേക്കായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. എത്ര ഡോസ് വരെ പോകുമെന്നൊക്കെ നോക്കാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കിയിരുന്നു. കുറച്ച് വയറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ആ ഒരു മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇനി ഇത് കുറച്ച് ചെയ്യുമ്പോൾ ഈ മൂമെൻറ്റ്സൊക്കെ നമുക്ക് മിസ് ചെയ്യും. കുഞ്ഞിനെ കാണാനുള്ള ഒരു ത്വര നമുക്ക് ഒന്ന് പെട്ടെന്ന് കണ്ടാൽ മതി എന്നുണ്ടെങ്കിലും ഈ ഒരു മൂമെൻറ്റ്സൊക്കെ മിസ് ചെയ്യും. അപ്പോൾ ഇനി ഇങ്ങനെയുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എടുത്തു വെച്ചു. പിന്നെ എന്താണെന്നറിയില്ല, ഡെലിവറിക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ധൈര്യം കാണിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ഡെലിവറിയാണ്. ഫസ്റ്റ് അല്ല, എത്രാമത്തെ ഡെലിവറി ആയാലും എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണില്ലേ. അപ്പോൾ എൻ്റെ ഡെലിവറി ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു വാരി എടുക്കുന്നില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. എന്നിട്ട് പോലും ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ
വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോയും കൂടി എടുത്ത് വെച്ചു. അപ്പോൾ എന്തായാലും ഇനി വയറിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഇനി എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു ജഗപൊക്കെ ആയിരിക്കും. ആദ്യം ഡോക്ടറിനെ കാണുക, പിന്നെ മരുന്നിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സാധനങ്ങളൊന്നും നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അനിയനും ആരെങ്കിലും വന്നെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവാം. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടിയും കാര്യങ്ങളും ഈ പോകുന്ന പോലൊക്കെ തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന്, പിന്നെ അനാവശ്യമായ വേറെ കുറേ ചിന്തകളും ഒക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. എങ്കിലും ഒരു ധൈര്യത്തിൽ നമ്മളങ്ങ് പോവും. പ്രഗ്നൻസി അതുപോലെ തന്നെ ഡെലിവറി എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു പേടിയാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഡെലിവറി അടുത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അരുതാത്ത വാർത്തകളൊക്കെ നമ്മൾ ടി വിയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ഒരു പ്രത്യേകതരം പേടി എന്താ തരത്തില്ല, അതുവരെ ഇല്ലാത്തൊരു പേടി ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളതൊന്നും കാണിച്ച് ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് വിചാരിച്ച്, പിന്നെ ചേട്ടൻ ഇവിടെ ഇല്ലാത്തതിൻ്റേതായ ഒരു വിഷമമുണ്ട്, ആ ഒരു പേടിയുണ്ട്. അങ്ങനെയുള്ള ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നേരെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചൂടും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മഴക്കാലത്താണ് ഡെലിവറി എന്നുള്ളതാണ്. പിന്നെ അതിനൊരു ഡ്രോബാക്കും ഉണ്ട്. കുഞ്ഞിൻ്റെ തുണികളും കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ കുറച്ച് തുറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആകാശമൊക്കെ മൊത്തം മേഘാവൃതമായിട്ടൊക്കെ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ പന്തളം പാലം കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പന്തളം കോയിക്കൽ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അയ്യപ്പൻ്റെ സ്വന്തം വീട്. അയ്യപ്പൻ ഇവിടെ ആയിരുന്നു. നമ്മളൊക്കെ സ്വന്തം നാട്ടുകാരാണ് കേട്ടോ. അങ്ങനെ പന്തളത്തെത്തിയപ്പോൾ അമ്മ ഇറങ്ങി പ്രാർത്ഥിച്ചു. എനിക്ക് അങ്ങനെ 7-ാം മാസം കഴിഞ്ഞുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ മണികണ്ഠൻ ആൽത്തറയുടെ അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇന്ന് ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴും സാധാരണ ഹോസ്പിറ്റലൊക്കെ വയ്യാതൊക്കെ കൊണ്ടുവരുമ്പോൾ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒരു സമാധാനമാണ്, അയ്യോ ഹോസ്പിറ്റലിൽ എത്തിയല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പം ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ എന്തോ ഒരു പേടിയൊക്കെ പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. 10 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ വരാനാണ് പറഞ്ഞിരുന്നത്. 10 മണിയാകുമ്പോൾ വരും, ഡോക്ടറെ കാണുക. പിന്നെ ഫസ്റ്റ് മെഡിസിൻ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ന് തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നാളത്തേക്കൊക്കെ കാണാൻ സാധ്യതയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ റൂം എടുത്തിട്ട് കാര്യം എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആദ്യം തന്നെ PV ഉണ്ട്. PV കഴിഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായിരുന്നു കേട്ടോ എൻ്റെ ഡോക്ടർ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി അഡ്മിഷനൊക്കെ എടുത്തു. PVയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്നും ആയിട്ടില്ല, എല്ലാം ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ലേബർ റൂമിലേക്ക് വന്ന് അവിടെ അഡ്മിഷനൊക്കെ എടുത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂമിലേക്ക് വിടുമായിരുന്നു. അങ്ങനെ റൂമിലേക്ക് വന്നു. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ഡ്രസ്സപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ C-സെക്ഷൻ ആണെങ്കിലും അല്ല നോർമൽ ഡെലിവറി ആണെങ്കിലും നമ്മുടെ മുടിയൊക്കെ രണ്ടായിട്ട് പിന്നിക്കെട്ടി വെക്കണമെന്ന് അവർ പറയും. അങ്ങനെ നമ്മൾ പിന്നിക്കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനെ വിളിച്ചു, വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഞാൻ ലേബർ റൂമിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ റൂമിലേക്ക് വിടാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് വിട്ടു. ഒരു 3 ടാബ്ലറ്റ് വരെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഡെലിവറി ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വേദനകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഞാനൊരു രാത്രി ഒരു 12 മണി വരെയൊക്കെ നോർമൽ രീതിയിൽ പോയി. എനിക്കവിടെ കിടന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ലേബർ റൂമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സിസ്റ്റർമാരും ഒക്കെ അവിടെയൊക്കെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നു. പിന്നെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെറുതെ കിടന്ന് അന്നേരം ഈ വെറുതെ കിടക്കുമ്പോൾ നമ്മൾ ഓരോരോ നെഗറ്റീവ് കാര്യങ്ങളാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞിനെ കാണുന്നതിൻ്റെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ കിടന്ന് രാത്രി ഒരു 12:30 ആയി. അപ്പോൾ ഡോക്ടർ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന്. അങ്ങനെ ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെലിവറി വ്ളോഗായിട്ട്, അല്ലാതെ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അത് കൂടി ഇതിനകത്ത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും. പക്ഷേ എൻ്റെ സ്വന്തം തീരുമാനത്തിന് ആ നോർമൽ ഡെലിവറി സിസേറിയനാക്കി മാറ്റേണ്ടി വന്നു. അതിൻ്റെ കാരണവും റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ ബേബി ഗേൾ. അങ്ങനെ നമ്മുടെ കൊച്ചു രാജകുമാരി വന്നു. സിസറിനൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് അവിടെ അമ്മമാരും അച്ഛനും അനിയനും അപ്പച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ കുട്ടി രാജകുമാരി. എല്ലാവരും ആൺകുട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ആൺകുട്ടികളെ ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടമല്ലായിരിക്കൊന്നുമല്ല. എങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുക്കിക്കൊണ്ടൊക്കെ നടത്താനെ കൊണ്ട് ഒരു മോളെ കിട്ടണമെന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം നടന്നു. ഒരു ദിവസം മുഴുവൻ പിന്നെ ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇപ്പുറത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നപ്പോൾ കണ്ട എൻ്റെ കാലൊക്കെ മന്ത്രോഗം വന്നവരുടെ കാലിൻ്റെ ആ ഒരു രീതിയിലായി. അപ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് കാര്യങ്ങളും സി സെക്ഷൻ്റെ അനുഭവമൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ, ഞാൻ പറഞ്ഞ വീഡിയോയിൽ, ഡെലിവറി വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ കൊച്ചു വന്ന് കിടന്ന് രാജകുമാരി നല്ലതായിട്ട് ഉറങ്ങുകയാണ്. പുള്ളിക്കാരത്തേക്ക് എപ്പോഴും അങ്ങ് തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ AC റൂം എടുത്ത് വെറുതെ വേസ്റ്റായിപ്പോയി. കാരണം AC ഇട്ട് കഴിഞ്ഞാൽ അപ്പം കരയുമായിരുന്നു. അങ്ങനെ കൂടെയൊക്കെ വാങ്ങിച്ചു. അതിനകത്തൊക്കെ കിടന്ന് സുഖമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും ഇങ്ങനെ മുഖച്ചായൊക്കെ മാറിക്കൊണ്ടിരിക്കുക. എല്ലാവരും കണ്ടവരെല്ലാം പറഞ്ഞു അച്ഛനെ പോലാണ് ഇരിക്കുന്നത്. എനിക്കും തോന്നി, ആദ്യം കണ്ടപ്പോഴും അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ലുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആരെ പോലാണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിന് ഫോർമുല കൂടെ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗോകർണത്തിനകത്ത് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാലൊക്കെ വരാൻ വേണ്ടി 2 ദിവസമായിട്ട് എടുക്കും. അപ്പോൾ അത് അമ്മമാർ 2 പേരൂടെ കൊച്ചുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി ഇപ്പം നിലവിൽ വലിയ ബഹളങ്ങളൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം റിലേറ്റീവ്സൊക്കെ എല്ലാവരും വന്ന് കുഞ്ഞുവാവയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ എൻ്റെ അപ്പച്ചന്മാരും മാമിമാരും കസിൻസും ഒക്കെയാണ് കേട്ടോ. എല്ലാവരും മാറി മാറി വന്ന് കുഞ്ഞുവാവയൊക്കെ എടുത്ത് കൊഞ്ചിച്ചോണ്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ ആയിരിക്കുകയാണ്. എനിക്ക് ചെറിയ വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ, എപ്പോഴും അങ്ങ് ഉറക്കമാണ് ആ സമയത്ത്. അങ്ങനെ വൈകിട്ട് നമ്മൾ നടക്കാനൊക്കെ സിസറിയൻ കഴിഞ്ഞ് നടക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതാണ്. സിസേറിയൻ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് 5 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിവസവും വൈകിട്ട് രാവിലെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വന്ന് കണ്ട റൂമില്ലേ 117, ആ റൂം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ റൂം കലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതൊന്നും ആരും മൈൻഡ് ആക്കണ്ട. അങ്ങനെ രാത്രിയിലൊക്കെ കുഞ്ഞിനെ കുറച്ച് ദിവസം NICUവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി അവർ NICUവിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ഫീഡ് ചെയ്യാൻ മാത്രമേ നമ്മുടെ കയ്യിൽ തരുമായിരുന്നുള്ളൂ. ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്ന ദിവസമാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം വാരിക്കെട്ടി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നു. ഫുഡ് വീട്ടിൽ നിന്നാണ് എപ്പോഴും കൊണ്ടുവരുന്നത്. എനിക്ക് ഡെലിവറി ഒക്കെ ലാസ്റ്റ് ആയപ്പോഴും ഒക്കെ ഹോട്ടലിൽ നിന്നുള്ള ഫുഡൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വരിക്കെട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ വന്നപ്പോൾ അവരൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ദേ ആഫ്റ്റർ ഡെലിവറി ഞാനൊരു വീഡിയോയുടെ മുന്നിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോഴാണ് എൻ്റെ മുഖത്തെ നീരും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് എൻ്റെ മുഖം വെളി കാണിക്കാൻ കൊള്ളാമെന്ന് എനിക്ക് തന്നെ ഒന്ന് തോന്നിയത്. അങ്ങനെ ദേ ആദ്യമായിട്ട് കുഞ്ഞാവെ ഞാൻ ഒരുക്കുവാണ്. സാധാരണ അമ്മയും അമ്മമാരും ഒക്കെയാണ് ഒരുക്കുന്നത്. അങ്ങനെ ഞാൻ ദേ പുള്ളിക്കാരത്തി ഒരുക്കുകയാണ്. പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ മെയിൻ റീസൺ ഇതായിരുന്നു കേട്ടോ. ഒരുക്കി കെട്ടിക്കൊണ്ട് നടക്കാനെ കൊണ്ട് പെൺകുട്ടികളല്ലേ നല്ലത്. എപ്പോഴും ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാൽ എപ്പോഴും പെൺകുട്ടികളുടെ ഡ്രസ്സിലേക്കായിരുന്നു ആദ്യം എൻ്റെ കണ്ണു പോകുന്നത്. കാരണം എൻ്റെ അനിയനെ എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു അനിയത്തി വേണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. പക്ഷേ കിട്ടിയത് ഒരു അനിയനായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നു മുതലേ ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ കുട്ടി പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ ദേ നമ്മുടെ ആഗ്രഹം പോലെ ഒരു ലിറ്റിൽ പ്രിൻസസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിൻസസിനെയും കൊണ്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നതല്ല, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. AC റൂമൊക്കെ എടുക്കുമ്പോൾ ഇതുപോലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി നമ്മൾ ഹോസ്പിറ്റലിൽ വാസത്തിനോട് വിട പറയുകയാണ്. ഇനി എന്തായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഇതുവരെ എല്ലാം ഓക്കെയാണ് എന്ന് പറയാം. അങ്ങനെ ദേ നമ്മുടെ റൂമൊക്കെ പൂട്ടി നേരെ ഇനി റൂം പൂട്ടിയിട്ട് താക്കോലും ഉണ്ടെന്ന് നേഴ്സിംഗ് റൂമിൽ കൊടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ടാറ്റ. ആ പോയി. ഒരുപാട് പേടിയോടെയാണ് ഇങ്ങോട്ട് വന്നത്. ഒരുപാട് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അതൊക്കെ മാറി എന്തായാലും സന്തോഷത്തോടെ പടിയിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇനി എന്തായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ വെള്ളി ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തെന്നല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം ആ ഒരു ലേബർ റൂമിൽ പിറ്റേ ദിവസം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വാർഡിൽ കിടന്നപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് പരിചയമുള്ള ആരും എൻ്റെ കൂടെ അടുത്തൊന്നുമില്ലായിരുന്നു. നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് പോയി കിടക്കുന്ന ഒരു ഫീലിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത്രയും വേദനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വെട്ടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ അറിയത്തില്ല, ജയിലിലൊക്കെ ഹോസ്പിറ്റൽ മോശമാണെന്ന് എന്നല്ല കേട്ടോ പറയുന്നത്, നമുക്ക് അങ്ങനൊരു ഫീലായിരുന്നു. കാരണം കുറേ ദിവസമായിട്ട് നമ്മൾ ആ ഒരു റൂമിലും ആ ഒരു ചുറ്റുപാടിലും മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടി കിടന്നിട്ട് വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ എവിടെയോ പൂട്ടിയിട്ടിട്ട് തുറന്നു വിട്ടൊരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. ഡിസ്ചാർജൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3:45 ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ കുഞ്ഞു രാജകുമാരിയും ആദ്യമായിട്ടുണ്ട് ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നേരെ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോവുക. കുറച്ച് ദിവസമായിട്ട് മഴയ്ക്ക് വലിയ ശമനമൊക്കെ ഉണ്ടായിരുന്നു, വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല കോള് കയറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മഴയായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലുമാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ സോളാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സോളാർ വെച്ച അന്ന് മുതൽ തുടങ്ങിയ മഴയാണ് കേട്ടോ. എന്തായാലും ഇനി സോളാർ ഫാമിലിയാണ് നമ്മളും. അങ്ങനെ വീട്ടിലെത്തി. അച്ഛമ്മ വീട്ടിൽ കുഞ്ഞിനെ വരുന്നത് നോക്കിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇങ്ങനെ വരുന്നത് നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയപ്പോൾ നമ്മുടെ കുഞ്ഞാവയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പുതിയൊരു അതിഥി കൂടെ ഉണ്ട്. നമ്മുടെ രാജകുമാരി ആമി എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത്. ഒറിജിനൽ നെയിമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ നെയിം റിലീവിങ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. എന്തായാലും ആമി എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആമിക്കുട്ടി ഇനി നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് വ്ളോഗ് ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞാൻ എന്തായാലും ഹെൽത്തിയാണ്, ഓക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചിരുന്നു, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.